വെൽക്കം ടു എജുപുഡ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് 5 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിക്കോളൂ, ഖണ്ഡ് പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. നമുക്ക് താഴെ തന്നിട്ടുള്ള ചെറിയൊരു ഖണ്ഡ്, ഒരു പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പൊ നോക്കിക്കോളൂ, മേ സീനാ ഹോ, ഞാൻ സീനയാണ്. മേ 11 സാൽ കി ഹൂ, ഞാൻ എത്ര വയസ്സാണ്, എനിക്ക് എത്ര വയസ്സാണ്, 11 വയസ്സാണ്. മേ മാതാജി പിതാജി और भाई के साथ വടകരാ മേ രഹതി ഹൂ, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്റെയും കൂടെ വടകരയിലാണ് താമസിക്കുന്നത്. അനു മേരി മിത്ര ഹെ, അനു എൻ്റെ സുഹൃത്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കിക്കോളൂ, ആപ് അപ്നെ ബാരേ മേ ലിഖേ, നിങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, മേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നോക്കിയാലോ, ഇവിടെ നോക്കൂ, മേ സീനാ ഹൂ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാം. ഇവിടെ മിസ്സിന്റെ പേര് എഴുതി ഫില്ല് ചെയ്യാണ്. മേ ഹരിത ഹൂ അല്ലെ, ഞാൻ ഹരിതയാണ്. മേ 11 സാൽ കി ഹൂ, ഞാൻ 11 സാൽ കി ഹൂ. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് വേണ്ടി ഞാനും 11 സാൽ ആവുകയാണ്. മേ 11 സാൽ കി ഹൂ. പിന്നെയോ, പിന്നെ എന്താ വരാ, मैं माताजी पिताजी और भाई के साथ വടകരാ മേ രഹതി ഹൂ, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വടകരയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ എവിടെ താമസിക്കുന്നത്, എൻ്റെ വീട്ടിലും അച്ഛനും അമ്മയും ഏട്ടനും തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ സെന്റൻസ് ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. മേ മാതാജി പിതാജി और भाई के साथ കോഴിക്കോടുമേ അല്ലെ, വടകരയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, മിസ്സിന്റെ സ്ഥലം കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോടുമേ രഹതി ഹൂ, കോഴിക്കോട്ടിലാണ് താമസിക്കുന്നത്. ക്ലിയർ ആണോ? അനു മേരി മിത്ര ഹേ, എന്റെ സുഹൃത്തിന്റെ പേരെന്താണ്, അനൂപ് എന്ന് കൊടുക്കുന്നു. അനൂപ് മേരി മിത്ര ഹേ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്താണ് സെന്റൻസുകൾ എഴുതിയിട്ടുള്ളത്, എന്റെ പേര് ഹരിത എന്നാകുന്നു, എനിക്ക് 11 വയസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 11, എനിക്ക് ശരിക്കും 26 years ആയി. അപ്പൊ 11 വയസ്സാണെന്ന് കൊടുത്തു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരനുമാണ്, ഞാൻ അവരുടെ കൂടെ കോഴിക്കോടാണ് താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്, അതായത് എൻ്റെ സുഹൃത്തിന്റെ പേര് അനൂപ് എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടില്ല, നമുക്ക് ഓൾറെഡി എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ആ എക്സാമ്പിൾ വെച്ചുകൊണ്ട് മാത്രം എഴുതിയാൽ മതി. അപ്പൊ അതിലല്ലാത്ത കാര്യങ്ങളില്ലേ, ഇപ്പൊ നമ്മുടെ കൂടെ ഭായി അല്ല, ചേച്ചി ആണെങ്കിൽ എന്താണ്, ബഹൻ രഹതി ഹെ. ഇനി അമ്മമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ, നാനാ നാനി, അങ്ങനെയൊക്കെ ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് എഴുതാം. അതുപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ആനുവൽ എക്സാമിന് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വേഗം അല്ലെ നമ്മുടെ ഈ ഒരു ക്ലാസ്, അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Bye bye.